പക്ഷെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി പേപ്പറൊക്കെ ഇപ്പോൾ പൊളിറ്റിക്സ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു 5-6 പേരെ കൂട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം എന്നുള്ള പ്രവണത വന്നതുകൊണ്ട് രാഷ്ട്രീയത്തെ കളങ്കപ്പെടുത്തി. രാഷ്ട്രീയം വേണ്ട എന്നുള്ള ഒരു തലത്തിലേക്ക് അവർ വന്നു. അപ്പോൾ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റാണോ അത്? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. പല സിനിമാക്കാരും പലരും തന്നെ രാഷ്ട്രീയത്തിലേക്ക് സിനിമയിൽ ചുവടുറപ്പിച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ദേവൻ തന്നെ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി. മിക്ക നടന്മാരും തന്നെ തമിഴ്നാട്ടിലായാലും കേരളത്തിലങ്ങനെ ഗണേഷ് കുമാർ പാർട്ടിയിലൊക്കെ സജീവ സാന്നിധ്യം. അദ്ദേഹം ഗതാഗത മന്ത്രിയൊക്കെ ആയിരുന്നു. നല്ല സഹായിയാണ് അവൻ. അപ്പോൾ അതേപോലെ സിനിമയിലുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഒരു പോകാനൊരു മോഹം ഉണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ KSUവിലൊക്കെ ആയിരുന്നു. ഞാൻ SU കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. KSUവിൻ്റെ ബാനറിൽ മത്സരിച്ചിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാർട്ടി വേണമെന്നില്ല. നമുക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ് ടോട്ടലി. നമുക്കിപ്പോൾ ഒരു നന്മ ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായത്, രാഷ്ട്രം സംബന്ധിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഓരോ സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് രാജ്യത്തെ സേവിക്കണമെന്ന് തോന്നിയതുകൊണ്ട് മറ്റുള്ളവരുടെ ആ സംഘടന അല്ലെങ്കിൽ ക്ലബ്ബുകൾ അത് ശരിയല്ല തോന്നിയിട്ട് സ്വന്തമായിട്ടൊരു രൂപം ഉണ്ടാക്കിയിട്ട് അത് എന്നാലേ കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മളത് ഏത് കോണിൽ കൂടി കാണുന്നു അല്ലെങ്കിൽ ഏത് കണ്ണുകളിൽ കൂടി കാണുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. എല്ലാം നമ്മുടെ ഒരു LKG സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷന് പോലും പ്രായോഗിക പരിജ്ഞാനം അത്യാവശ്യ ഘടകമാണ്. IQ എന്ന് പറയുന്നത്. ഇപ്പോൾ പട്ടാളത്തിലായാലും നമുക്ക് അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, അതിൻ്റെ ക്യാമ്പുണ്ട്, എൻട്രി എല്ലാത്തിനും ഉള്ളതാണ്. ഏതിനും എൻട്രിയും ഒരു എല്ലാം ഉള്ളൊരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിന് മാത്രം ഒരു വിദ്യാഭ്യാസ മാനദണ്ഡമല്ല? കാരണം രാജ്യം ഭരിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയ നേതാക്കൾ, നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ. എന്തുകൊണ്ട് രാഷ്ട്രീയ ചർച്ചയാണോ? അല്ലല്ല. പക്ഷേ എന്നാ പറയാം, പക്ഷേ ഈ രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസം വേണ്ടെന്ന് ആരാ പറയാം? അത് ചുമ്മാ വെറുതെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് വിവരമില്ലേ? വിവരമുള്ളവന് രാഷ്ട്രീയക്കാരനാകാൻ പറ്റുള്ളൂ. രാഷ്ട്രത്തെ പറ്റി ബോധമുണ്ടാകണം, രാജ്യത്ത് എന്ത് നടക്കുന്ന ബോധമുണ്ടാകണം, നാളെ എന്ത് നടക്കാം, ഭാവി കാണാനുള്ള കഴിവുണ്ടായിരിക്കണം. അതിനുള്ളവർക്ക് രാഷ്ട്രീയക്കാരനാകാൻ പറ്റുള്ളൂ. ആര് പറഞ്ഞു രാഷ്ട്രീയക്കാരന് വിദ്യാഭ്യാസം വേണ്ടെന്ന്? വിദ്യാഭ്യാസം വേണ്ടെന്നല്ല. അപ്പൊ ചുമ്മാ ആരെങ്കിലും നമുക്ക് ചായക്കട കയറിയിരുന്ന് പറയുന്നതല്ല രാഷ്ട്രീയം, അല്ലെ ബാർബർ ഷോപ്പിലിരുന്ന് പറയുന്നതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയക്കാരന് ശരിയായ ബോധം ഉണ്ടായിരിക്കണം. ബോധമില്ലാതെ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നടക്കും. നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു? വിദ്യാഭ്യാസം വേണമെന്നുള്ള ഒരു തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്താണ്? വിദ്യാഭ്യാസം നോളജാണ് ബേസിക്കലി. നോളജ് നല്ലതിന് വേണ്ടിയാകണം. എൻ്റെ ഒരു പ്രൊഫസർ രാജൻ ഗുരുക്കൾ എന്ന് എന്നെ പഠിപ്പിച്ച ഹിസ്റ്ററി, ഞാൻ പുള്ളി ഒരു എഴുതിയിരിക്കുന്നതായിട്ടു പുള്ളി ഏതൊരു അധ്യാപകൻ ഭയങ്കര ഫിസിക്സിലൊക്കെ ഭയങ്കര നോളജുള്ള ആളാണ്. അത് ആറ്റം എന്താണോ, അത് ന്യൂക്ലിയർ എന്താ ഭണ്ഡാരമൊക്കെ അതൊക്കെ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ചോദിച്ചു, അപ്പോൾ ഇവിടെ ഒരു അണു നിലയം വന്നിട്ട് അതെന്തായി സാർ? അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല, ഇതൊക്കെ രാഷ്ട്രീയമാണെന്ന്. അപ്പോൾ അവർക്ക് ആ തിയറി മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കൽ ആക്കിയില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇവിടെ തിയറി അത് പ്രാക്ടിക്കലാക്കണം. അതുകൊണ്ട് രാഷ്ട്രത്തിന് എന്ത് നേട്ടം ഉണ്ടാവും നോക്കണം. അത് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്തിയാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാണ്ട് തല മുഴുവൻ നോളജ് കയറ്റി വെച്ചിട്ട് കാര്യമില്ല. ആ നോളജ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നോളജ്. അതെ, അതൊരു നോളജല്ലേ, അതാണ് വലിയ നോളജ്. അത് നമുക്ക് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണ് സ്കൂളിൽ പോകുന്നത്. അല്ലാണ്ട് 1, 1, 2 പഠിക്കാൻ വേണ്ടിയിട്ടില്ലേ. ഈ 1, 1, 2 പഠിച്ചാൽ ആ 2 കൊണ്ട് പ്രയോജനമുണ്ട്. നമുക്കൊരു സാധനം കിട്ടിയതിനെ കൂട്ടാൻ പഠിക്കണം, അതിനുവേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സാറിൻ്റെ വീടിൻ്റെ മനോഹരമായ ചെടികളുടെ ഇടയിലാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇപ്പം നമ്മൾ വന്നേക്കുന്ന സാറിൻ്റെ വീടിൻ്റെ മുമ്പിലാണ് അല്ലേ? ഈ പഴമയെ തന്നെ ഉണ്ട് നല്ലൊരു ഭംഗി. ഇപ്പോൾ ആരും ഇങ്ങനത്തെ വീട് രണ്ടാമത് വെച്ചുകൊണ്ടിരിക്കണേ ഇതുപോലത്തെ പഴമ വേണമെന്ന് പറഞ്ഞിട്ട്. എന്നാലും സാറിൻ്റെ ആ ബാല്യകാലമൊക്കെ കളിച്ചു ഓടി കിടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അല്ലേ? എങ്ങനെയാണ് ഒന്ന് പറയാമോ സാറേ, സാറിൻ്റെ ഈ വീടിനെ കുറിച്ചും സാറിൻ്റെ ബാല്യകാലങ്ങളെ കുറിച്ചും? ഞാൻ ജനിച്ചു കൂടപ്പോൾ എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് ഒരു വയസ്സായപ്പോൾ അപ്പോഴും ഓർമ്മയില്ല. 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് 4 വയസ്സ് വരെയൊക്കെ കുറച്ചൊക്കെ ഓടുന്നത്. പക്ഷേ
അന്ന് നമുക്ക് ഈ വീടൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ഈ കറ്റ ഇങ്ങനെ മരിച്ചിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിരിക്കും. നെല്ല് കൊയ്തുകൊണ്ടുവന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്നൊക്കെയാണ് നമ്മൾ കളിക്കുക. മുറ്റം നിറയെ ഇപ്പോൾ കുറേ വീടുകളുണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് മാറ്റി. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കളിച്ച ഓർമ്മകളും, പിന്നെ ഇവിടെ റോഡുണ്ടായിരുന്നില്ല, വരമ്പായിരുന്നു, അതിൽ കൂടി കഷ്ടപ്പെട്ട് നടന്നു വരും. പിന്നെ വർഷാവർഷം മലവെള്ളം വരുമായിരുന്നു. മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ ഒരു വഞ്ചി ഉണ്ടായിരുന്നു, വഞ്ചി കൂടിയൊക്കെ അപ്പുറത്ത് പോകാൻ. അതെ അതെ, ഇപ്പോൾ റോഡായി. ആ വ്യത്യാസങ്ങളൊക്കെയാണ്, അതൊക്കെ ഓർമ്മകളുള്ളത്. പക്ഷേ ആ ഓർമ്മകൾ ഇങ്ങനെ സൂക്ഷിക്കാൻ നല്ല ഒരു സുഖമുള്ള ഓർമ്മയാണ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര വ്യത്യാസമായിപ്പോയി. അതും സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറയാറ്. നമുക്കൊരു എന്താണ് ഗൃഹാതുരത്വം എന്ന് പറഞ്ഞ സാധനം അത് വെച്ചുകൊണ്ടിരിക്കേണ്ടതല്ല. അത് നല്ല ഓർമ്മകളാണ്. അതിന്ന് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കും. എപ്പോഴും നല്ലതല്ലേ, നല്ലൊരു മിഠായി തിന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വരണം കൂടി വേണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അതും കൂടുതലായി കഴിഞ്ഞാൽ അത്ര സുഖം ഉണ്ടാവും. സഹോദരങ്ങൾ എനിക്ക് 7 ചേട്ടന്മാരുണ്ട്, 2 സിസ്റ്റേഴ്സുണ്ട്. ഞങ്ങൾ 10 പേരാണ്. ഞാൻ 9ാമത്തെയാണ്. എൻ്റെ താഴെ ഒരു അനിയത്തി, ബാക്കിയെല്ലാം 10 പേരാണ്. അതിലിപ്പോൾ 3 ബ്രദേഴ്സ് മരിച്ചിട്ടുണ്ട്. ഉമ്മയും വാപ്പയില്ല, അവർ മരിച്ചു. ബാക്കി ഞങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഓരോരുത്തർ ഓരോ സ്ഥലത്ത്. ഏറ്റവും കൂടുതൽ കലയെ പ്രോത്സാഹിപ്പിച്ചതാരാ? സഹോദരങ്ങളിലെ മാതാപിതാക്കളിൽ നിന്ന് പ്രോത്സാഹനം ഉണ്ടായിരുന്നു ആദ്യ സിനിമകളിൽ? എൻ്റെ മൂത്ത ബ്രദറായിരുന്നു. പിന്നെ പുള്ളി എല്ലാം കറക്റ്റായിട്ട് എഴുതി വയ്ക്കുമായിരുന്നു, ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ അവർക്ക് ആർക്കും ഈ സിനിമയെ പറ്റി പ്രത്യേകിച്ച് ആ ഒരു ബന്ധമില്ല. എനിക്കും ബന്ധമില്ലായിരുന്നു. എങ്ങനെയോ വന്ന് പെട്ടു എന്നല്ലാതെ സിനിമ എപ്പോഴെങ്കിലും കാണാൻ പോകും, അങ്ങനത്തെ ഒരു ബന്ധമല്ലാതെ പ്രത്യേകിച്ച് സിനിമയായിട്ട് വേറൊരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു സത്താർ എന്ന് പറയുന്ന നടൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കിട്ടും. മലയാള സിനിമയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഏതായാലും ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തോടെ ഇനി അടുത്ത ഭാഗത്തിന് വേണ്ടി നിങ്ങളേതായാലും കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.